ഗൈസ് ഈ ഒരു വീഡിയോ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ്. കാരണം ISL നിർത്തി എന്നുള്ള തരത്തിലൊക്കെ പലരും ഒരുപാട് തലക്കെട്ടുകൾ ഞാൻ കണ്ടു. അതുപോലെ പലരും നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊക്കെ അടക്കം പറയുന്നത് കണ്ടു. ഇനി ഏത് ലീഗൊക്കെ നിർത്തിപ്പോയില്ലേ എന്നൊക്കെയുള്ള തരത്തിലുള്ള കമൻറ്റുകളാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ധാരണ പലരിലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഒരു ക്യാപ്ഷൻ കൊടുത്തിരുന്നത് തന്നെ അനിശ്ചിതത്വത്തിലേക്ക് നീണ്ടുപോകുന്നു എന്ന് പറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഹോൾഡ് ചെയ്തു എന്നുള്ളതാണ് ഒരു വാർത്ത, അല്ലാണ്ട് ക്യാൻസൽ ചെയ്തു എന്നുള്ളതല്ല. ഇത് രണ്ടും തമ്മിൽ വലിയ തോതിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കാരണം FSDL ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം എന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്നത് 2010 അപ്പം ലീഗ് പരിപാടികൾ നടത്താം, ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 2010 15 വർഷത്തേക്കുള്ളൊരു മാസ്റ്റർ റൈറ്റ് എഗ്രിമെൻറ്റ്, അതായത് MRA ആണ് ഉണ്ടാകുന്നത്. അപ്പം അതിൻ്റെ ഒരു കരാറ് അവസാനിക്കാൻ പോവുകയാണ് ഈ ഒരു ഡിസംബറിലേക്ക് വരുമ്പോൾ, ആ 15 വർഷം. അപ്പോൾ അതാണ് നിലവിലത്തെ ഒരു സിറ്റുവേഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ലീഗ് നടത്തിപ്പിൻ്റെയൊക്കെയുള്ള പല തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഡിസംബറിൽ അവസാനിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ലീഗ് കംപ്ലീറ്റ് ചെയ്യത്തില്ല ഡിസംബർ കൊണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സീസണിലെ ലീഗിന് ഈ പറഞ്ഞൊരു അൺസർട്ടനിറ്റി വരുന്നത്. അപ്പം എന്തുകൊണ്ട് ഈ ഒരു MRA പുതുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം FSDL തന്നെ ഇത് പുതുക്കാനായിട്ട് AFFുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് വന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഓരോ വർഷവും 50 കോടി രൂപയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മറ്റ് ചിലവുകൾക്കൊക്കെ ആയിട്ട് AFFന് FSDL കൊടുക്കുന്നത്. പക്ഷേ ആ 50 കോടി എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പേഴ്സണൽ കാര്യങ്ങളുണ്ട്, യാത്രകളുണ്ട്, PR ഉണ്ട്, ഇതിനൊക്കെയാണല്ലോ ചിലവാക്കാൻ പൈസ ഉള്ളത്. എന്നിട്ട് മറ്റു പല കാര്യങ്ങൾക്കും ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പല കാറ്റഗറികളിലെ കോച്ചസിന് കൊടുക്കാനായിട്ട് പണമില്ല, ആവശ്യങ്ങൾക്ക് കൊടുക്കാനായിട്ട് പണമില്ല. എന്നാൽ ഫ്രണ്ട്ഷിപ്പ് കോട്ടയിൽ കൊണ്ടുവന്നിട്ട് പല ജോലികളെന്ന് പറഞ്ഞ് പല പദവികൾ ഉണ്ടാക്കിയിട്ട് അവിടെ കൊടുക്കാനായിട്ട് പണമുണ്ട്. ആവശ്യത്തിന് കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. അത് വിടാം. എങ്കിലും 50 കോടി കൊടുക്കാൻ FSDL ആദ്യം റെഡി ആയിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നതാണ്. എന്നാൽ ഇപ്പോൾ അതിന് FSDL റെഡിയല്ല. എന്താണ് കാരണം? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 50 കോടി കൊടുക്കാൻ റെഡി ആയിരുന്ന സമയത്ത് AFFൻ്റെ ആളുകൾക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു. 50 കോടി പോരാ, അതിന് മുകളിൽ പല എമൗണ്ട് പല കാര്യങ്ങളൊക്കെ വാങ്ങുകയും ചെയ്തു. മറ്റു പല ടീംസിനെയും കൊണ്ടുവരുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ 50 കോടി കൊടുക്കാൻ വേറെ ആരും റെഡി ആയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ സാഹചര്യം വന്നപ്പോഴത്തേക്കും FSDL തന്നെ ഉള്ളു രക്ഷ. പക്ഷേ നിലവിൽ FSDL ഈ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് ഏതാണ്ട് പ്ലേറ്റ് തിരിച്ചുള്ള മട്ടിലാണ്. അവരിപ്പം പുതിയ പ്ലാൻസ് ഒക്കെയാണല്ലോ മുന്നോട്ട് വെക്കുന്നത്. ഷെയർ പോളിസി, അതായത് ISL ക്ലബ്ബുകൾക്ക് 60%, 26% FSDLന്, 14% AFF എന്നൊക്കെ പറയുന്ന പുതിയൊരു പരിപാടിയാണല്ലോ മുന്നോട്ട് വെക്കുന്നത് FSDL. അതിനോടൊപ്പമാണ് സുപ്രീം കോടതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേർഡിക്റ്റ് അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുകയാണ്. അപ്പം അതിനുശേഷമായിരിക്കും ചിലപ്പോൾ ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ കാര്യങ്ങൾ സോർട്ട് ആകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എനിവേ സാധാരണ നടക്കുന്ന സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ISL തുടങ്ങാനുള്ള ഒരു സാധ്യത കുറവാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ ഹോൾഡ് ആയതുകൊണ്ട് അത് നവംബറിലോ ഡിസംബറിലോ സ്റ്റാർട്ട് ചെയ്യുന്നൊരു രീതിയിലേക്ക് പോകും എന്നുള്ളതാണ്. അതല്ലാണ്ട് ലീഗ് ഒരിക്കലും ഈ വർഷം നടക്കാതിരിക്കത്തില്ല എന്നുള്ളതാണ്. ഇൻ കേസ് FSDL തുടരാനുള്ള സാധ്യത ഇല്ലെങ്കിൽ പോലും എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഞാൻ പറയാണ്, ഈ ഒരു 6 മാസം കൂടി ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് ഈ വർഷത്തെ ലീഗ് നടക്കും. അല്ലെങ്കിൽ അത് ഇന്ത്യ ഫുട്ബോളിൽ നല്ല രീതിയിൽ ബാക്ക്ഫെയർ, അത് FSDL അങ്ങനെ രീതി ചെയ്യാൻ സാധ്യതയില്ല. ലീഗ് തന്നെ ഒരു പ്രശ്നമാകുന്ന രീതി. അപ്പം അതിനുശേഷം അടുത്ത വർഷത്തേക്കുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ അൺസർട്ടനിറ്റി പരിപാടികളൊക്കെ ഉണ്ടാകും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ത്യൻ ഫുട്ബോളിൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഒരു പുതുമയല്ല. ISL ചിലപ്പോൾ പുതുമയായിരിക്കും. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഓരോ ലീഗ് സീസൺ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ ഏത് ലീഗ് തുടങ്ങുന്ന സമയത്ത് എന്ന് തുടങ്ങും, കലണ്ടറിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ സീസണിൽ പോലും ലീഗിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്ന് ലീഗ് തുടങ്ങും, ഒക്ടോബറിൽ തുടങ്ങുമോ, സെപ്റ്റംബറിൽ തുടങ്ങുമോ, ഡിസംബറിൽ തുടങ്ങുമോ, ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് അവിടെ ടെലികാസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അത് ISLൽ അത് ആദ്യമായിട്ട് വരുന്നു. അത് ഇങ്ങനത്തെ ഒരു കോൺട്രാക്ട് സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതിൻ്റെ അർത്ഥം ISL ഈ സീസണിൽ നടക്കില്ല എന്നുള്ളതല്ല. എന്നാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരാൻ കാത്തിരുന്ന പോലത്തെ ചില ക്ലബ്ബുകളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു, നോർത്ത് ഈസ്റ്റും FC ഗോവയും മറ്റു പല ക്ലബ്ബുകളും സൈനിങ്സ് ഒക്കെ നടത്തിയിട്ട് സെറ്റാകാൻ ശ്രമിക്കുമ്പോൾ ഒരു പ്രമുഖ ക്ലബ്ബൊക്കെ പറയുന്നു, ഞങ്ങളുടെ ഫോറിൻ പ്ലേയേഴ്സിനെയൊക്കെ ഞങ്ങൾ വിടുകയാണ്, അവരുടെ ഭാവിയാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ഉള്ളത്. എന്താണെങ്കിലും ലീഗ് നടക്കും. അത് ചിലപ്പോൾ 1-2 മാസം അങ്ങോട്ട് വൈകും. ഈ സമയത്ത് ടീം ബിൽഡ് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും സക്സസ് ഉണ്ടാവും. അല്ലാത്തവർ സീസൺ കഴിയുമ്പോഴത്തേക്കും അവർക്ക് പറയാനൊരു കാരണമാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ലീഗ് നടക്കാതിരിക്കത്തില്ല, അത് ഹോൾഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് വൈകിട്ടാണെങ്കിലും ഈ സീസണിൽ എന്താണെങ്കിലും നടക്കും. അടുത്ത സീസണിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്, ഈ സീസൺ എന്താണെങ്കിലും ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കും എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസിറ്റ് കൺഷൻ.